മകൻ മടങ്ങിയെത്തിയ ആശ്വാസത്തിൽ ഉമ്മ എൻ്റെ പാത്രത്തിലേക്ക് കുറച്ചുകൂടി ചോറ് വിളമ്പി. അതിൽ നിന്ന് തന്നെ വാരി തിന്നാൻ തുടങ്ങി. ഉണക്കമീനിൽ തൊടാതെ അത് എനിക്കായി മാറ്റിവെച്ചു. ഇത് എഴുതുമ്പോൾ അനിയൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട്. 10 മക്കളെ പെറ്റ ആ അമ്മ കട്ടിലിൽ എല്ലും തോലുമായി സ്ഥലകാലങ്ങൾ മറന്ന് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. കിടന്നിടത്ത് തന്നെ വിസർജിക്കുന്നുണ്ട്. എത്ര തവണ മൂത്രമൊഴിച്ചാലും അടുത്ത നിമിഷത്തിൽ പിന്നെയും മൂത്രമൊഴിക്കാനുണ്ടെന്ന ശങ്കയിൽ കുഞ്ഞിനെപ്പോലെ കുളിമുറിയുടെ വാതിലിലേക്ക് ചുമരിൽ പിടിച്ച് പിച്ച വയ്ക്കുന്നുണ്ട്. തൊട്ടു മുമ്പാണ് താൻ മൂത്രമൊഴിച്ചതെന്ന കാര്യം ഉമ്മ എപ്പോഴും മറന്നുപോകുന്നു. എന്നോ നിർത്തിയ വെറ്റില മുറുക്കൽ മറക്കാനാവാതെ തന്നെ കാണാൻ വരുന്നവരോട് വെറ്റിലയും അടക്കയും പുകയിലയും ചുണ്ണാമ്പും കൊണ്ടുതരാൻ പറയുന്നു. ചെവി കേൾക്കാത്ത ഉമ്മാൻ്റെ മുമ്പിൽ കൈവിരലുകൾ ഓരോന്നായി മടക്കി ഞാൻ പറയുന്നു: വെറ്റില, പോല, അടക്ക 100, 10 ഉറുപ്പ്യക്ക് മതി. ഉമ്മ പറയുന്നു: ആലിയാക്കാൻ്റെ പീടിയിലുണ്ടാവും, ആ അബ്ബാസ് എനിക്ക് കൊണ്ടുതരലുണ്ട്. ഇപ്പോൾ ഓനെ കാണലേ ഇല്ല. ഓൻ എവിടെയാണാവോ? അബ്ബാസ് ആണ് ഞാനെന്ന് പറഞ്ഞാൽ പോലും, പല ആവർത്തി പറഞ്ഞാൽ പോലും ഉമ്മ പിന്നെയും ചോദിക്കും: ഓനെയും സുബൈറിനെയും കദിയാൻ്റെ കുട്ടിനി കാണാനില്ല. ഇജ് കണ്ടുക്കണോ? കണ്ടു എന്ന് പറഞ്ഞാൽ ഇജ് ആരുടെ കുട്ടിയാന്ന് ഉമ്മ ചോദിക്കും. ഉമ്മ, ഞാൻ ഉമ്മാൻ്റെ കുട്ടിയാണ്. അന്നത്തെ ആ രാത്രിയിൽ മാത്രമല്ല ഉമ്മ എനിക്കായി വിശന്നിരുന്നത്. ഓരോ മക്കൾക്ക് വേണ്ടിയും പല രാത്രികളിലും ഉമ്മ വിശന്നിരുന്നു. തണലിടങ്ങൾ ഇല്ലാത്ത ആ ദൂരങ്ങൾ പിന്നിട്ട് ഇപ്പോൾ ഇത്തിരി തണൽ കിട്ടുമ്പോൾ എൻ്റെ ഉമ്മ തണലോ വെയിലോ മഴയോ മഞ്ഞോ വിശപ്പോ അറിയാത്ത ഒരു ലോകത്തിലാണ്. ഉമ്മ എത്ര എഴുതിയാലാണ് എനിക്ക് ഉമ്മാനെ കുറച്ചെങ്കിലും പകർത്താനാവുക? ഏത് വാക്കുപയോഗിച്ചാണ് ഞാൻ ഉമ്മാനെക്കുറിച്ച് എഴുതുക? കണ്ണീർ മണമുള്ള കാറ്റുകൾക്ക്, തീരാത്ത ദുരിതങ്ങൾക്ക് ജീവിതമെന്ന് പേരിട്ടത് ആരാണ് ഉമ്മ? ഒന്നും വിഡ്ഢിയായ ഈ മകന് അറിയില്ല. ഒന്നും